നമസ്കാരം, എൻ്റെ പേര് ജാജിഷ് തോമസ്. സ്കൂൾ കോളേജ് കുട്ടികൾ മുതൽ ജോലി സംബന്ധമായി പൈത്തൺ പഠിക്കേണ്ട ആവശ്യം വരുന്ന മുതിർന്ന ആളുകൾക്ക് വരെ വളരെ ലളിതമായി മലയാളത്തിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുവാനായി ഒരു ചാനൽ തുടങ്ങണമെന്ന് വളരെ നാളുകളായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ആ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്, ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. നമ്മുടെ പുതിയ പൈത്തൺ പ്രോഗ്രാമിംഗ് ചാനലിൻ്റെ പേര് star.py. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് IEEEയുടെ 2024 വർഷത്തെ ടോപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റാങ്കിങ്ങിൽ പൈത്തണാണ് ഒന്നാം സ്ഥാനം. അതായത് 2024 വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. നമുക്കിത് IEEEയുടെ വെബ് പേജിൽ അവരുടെ റാങ്കിങ് 2024 വർഷത്തെ റാങ്കിങ് നമുക്ക് ഈ URL നമുക്കത് കാണാവുന്നതാണ്. നമുക്ക് ആ പേജിലൊന്ന് പോയി നോക്കാം. ഇതാണ് IEEEയുടെ ദ ടോപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് 2024 ആ പേജിലുള്ള റാങ്കിങ്ങിൻ്റെ വിശദവിവരങ്ങൾ. നമുക്കിവിടെ കാണാം 2024 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റാങ്കിങ്ങിൽ പൈത്തണാണ് ഒന്നാമത്. ഇനി നമുക്ക് പൈത്തൺ ലാംഗ്വേജിൻ്റെ വിവിധ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. പൈത്തൺ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പൈത്തൺ നമുക്ക് സാധാരണയായിട്ട് വിൻഡോസ്, ലിനക്സ്, മാക് OSലെല്ലാം എക്സിക്യൂട്ടബിൾ പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ബാക്ക് എൻഡ് ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജായിട്ട് SQLനും പൈത്തണും കൂടി ചേർന്ന് ഡേറ്റാബേസിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഡേറ്റാബേസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. AI പ്രോഗ്രാമിങ്ങിന് വേണ്ടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി പൈത്തൺ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ എന്നീ പർപ്പസിനായിട്ടും പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. വെബ് സ്ക്രാപ്പിംഗ്, അതായത് വെബ് പേജുകളിൽ നിന്നും മീനിങ് ഫുള്ളായിട്ടുള്ള അർത്ഥമുള്ള ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പൈത്തൺ ഉപയോഗിക്കുന്നു. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും പൈത്തൺ ഉപയോഗിച്ച്. ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജായിട്ട് പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി, സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. ഇത് ചില ഉപയോഗങ്ങൾ മാത്രമാണ്. പൈത്തൺ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക, പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഉദാഹരണമാണ്. വേറെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് CPP, ജാവ എന്നിവയാണ്. നമ്മൾ നേരത്തെ പൈത്തൺ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളിൽ പ്രോഗ്രാമുകൾ എഴുതാൻ വേണ്ടി നമ്മൾ പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. അതായത് വിൻഡോസ്, ലിനക്സ്, മാക് OS എന്നിങ്ങനെ വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുകളിൽ പ്രോഗ്രാം എഴുതാൻ വേണ്ടി നമ്മൾ പൈത്തൺ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, പൈത്തൺ പ്രോഗ്രാമുകൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എഴുതിയ ഒരു പ്രോഗ്രാം പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടെങ്കിൽ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൂടി ഓടിക്കാം. പിന്നെ നമ്മളത് കമ്പയർ ചെയ്യാതെ പൈത്തൺ ഇൻ്റർപ്രറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ വിൻഡോസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം, എഴുതിയൊരു പ്രോഗ്രാം അതേപടി തന്നെ നമുക്ക് ലൈനക്സിൽ ഓടിക്കാൻ പറ്റും. അതായത് അവിടെ പൈത്തൺ ഇൻ്റർപ്രറ്റർ വേണം എന്നുള്ള ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പൈത്തൺ പ്രോഗ്രാമുണ്ട്. നമ്മുടെ പേര് ചോദിക്കുന്നു, നമ്മൾ തിരിച്ച് ഗ്രീറ്റ് ചെയ്യുന്നു.
അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്കൊന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേര് ചോദിക്കുന്നു, നമ്മളെ തിരിച്ച് ഗ്രീറ്റ് ചെയ്യുന്നു. നമുക്കിതേ പ്രോഗ്രാം നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട്, ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോഗ്രാം, ഇത് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മൾ വിൻഡോസിൽ റൺ ചെയ്ത അതേ പ്രോഗ്രാം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് ലിനക്സിൽ റൺ ചെയ്യുകയാണ്. സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് ലിനക്സിലും കിട്ടുന്നത്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് എന്ന വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൈത്തൺ BDFL, ബെനവലൻറ്റ് ഡിക്റ്റേറ്റർ ഫോർ ലൈഫ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് 1980കളുടെ അവസാനം വാൻ റോസം എന്ന ഡച്ച് മാത്തമാറ്റീഷ്യനും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായ ആളാണ് ആദ്യമായി എഴുതിയത്. 1980കളുടെ അവസാനം. അദ്ദേഹം 1956 ജനിച്ചത്. വാൻ റോസത്തിന് BDFL ബെനവലൻറ്റ് ഡിക്റ്റേറ്റർ ഫോർ ലൈഫ് എന്ന ടൈറ്റിൽ ആദരസൂചകമായി 1995 നൽകപ്പെട്ടു. ബെനവലൻറ്റ് ഡിക്റ്റേറ്റർ ഫോർ ലൈഫ് എന്ന ടൈറ്റിൽ വാൻ റോസം 12-ാം തീയതി ജൂലൈ 2018 വരെ അദ്ദേഹം ആ ടൈറ്റിൽ റിട്ടേൺ ചെയ്തിരുന്നു. 12ാമത് ജൂലൈ 2018 അദ്ദേഹം ആ ടൈറ്റിലിൽ നിന്ന് റിട്ടയർ ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ഈ BDFL എന്ന ടൈറ്റിലാണ് പൈത്തൺ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും തർക്കങ്ങളോ വാദങ്ങളോ വന്നാൽ അവസാന വാക്കായി സ്വീകരിക്കപ്പെട്ടിരുന്നത് BDFL എന്ന ടൈറ്റിൽ ഹോൾഡ് ചെയ്തിരുന്ന ആളുടെയായിരുന്നു. ഇത് വാൻ റോസത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ഒരു ഫോട്ടോയാണ്. ഇത് നമ്മളുടെ star.py ചാനലിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു. അടുത്തത് നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഷോർട്ട് ഹിസ്റ്ററി അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.